കമ്മ്യൂണിസ്റ്റുകാരില്ല എന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറഞ്ഞില്ലേ, ആവർത്തിക്കണോ ഇനി? അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ലോതായിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. അദ്ദേഹം പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്തല്ലേ കൊണ്ടുപോയിട്ട് വെച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ സാധാരണ പ്രവർത്തകന്മാർ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല, അൻവറിനേക്കാളൊക്കെ എത്രയോ വലിയ വലിയ ആൾക്കാരും അവരൊക്കെ തന്നെ അവസാനം എവിടെ എത്തി എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തി. ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഞാനും അൻവറൊന്നും ഒന്നുമല്ല, ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചാൽ അത് അതേ രൂപത്തിൽ തന്നെ നേരിടും. ഇതുവരെ നമ്മൾ 40 ദിവസമായിട്ട് ഞങ്ങളാരും മുണ്ടിയിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹം പാർട്ടിക്ക് നൽകിയ ഉറപ്പുകൾ തിരുത്താൻ ഞാൻ തിരുത്തും. ഞാനിനി പത്രക്കാരോട് സംസാരിക്കില്ല, പരസ്യമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കില്ല എന്ന് നിരന്തരം പറയുകയും മറിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസ്യതയില്ലാത്ത ഒരാളായി അദ്ദേഹം മാറി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരുമല്ലോ. അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പൊ MLA തുടരണ്ടേ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. PV അൻവർ യോഗം വിളിക്കാൻ പോകുന്നു. നമ്മൾ ആരൊക്കെ ഉണ്ടാകുക നമുക്ക് നോക്കുക. നമ്മളിപ്പോ പൊതുയോഗം നടത്തുക ആരൊക്കെ പൊതുവെ ലീഗിന്റെ പൊതുയോഗത്തിലും BJPയുടെ പൊതുയോഗത്തിലും കോൺഗ്രസിന്റെ പൊതുയോഗത്തിലും ഒക്കെ ഇപ്പോൾ നിങ്ങളാരും പോകരുതെന്നൊന്നും ഞങ്ങളെ പാർട്ടി പറയാറില്ല. ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ. ജനാധിപത്യ രാജ്യമല്ലത്, ജനാധിപത്യ രാജ്യമാണല്ലോ. അങ്ങനെ കണ്ണ് മൂടിക്കെട്ടുന്ന പാർട്ടി പ്രവർത്തകരുടെ കണ്ണ് മൂടിക്കെട്ടുന്ന വായ മൂടിക്കെട്ടുന്ന പാർട്ടിയല്ലത്. അത് നിർദ്ദേശം അയാളെ പൊതുയോഗത്തിന് പോകണ്ടെന്നും അതൊന്നും അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന പാർട്ടിയല്ല. അൻവറല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അൻവർ കോമാളിയാണ്. അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലല്ലോ. പോരാളിയല്ല, കോമാളിയാണ്, രാഷ്ട്രീയ കോമാളിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാവും. പക്ഷെ PV അൻവർ അവസാനത്തെ MLA ആവുക ചെയ്യുക. മുഖ്യമന്ത്രി പലരും പറഞ്ഞിട്ടുണ്ട് 100 കൊല്ലം പിടിക്കും, 100 കൊല്ലം കഴിഞ്ഞാലും അധികാരത്തിൽ വരില്ല എന്ന് AK ആന്റണിക്ക് ശപഥം ചെയ്തതാണ്. എന്നിട്ട് എന്താ ഉണ്ടായത് നമ്മൾ കണ്ടല്ലോ. 19 20 ഒക്കെ എന്തായിരുന്നു പ്രചരണം? ഇതിനേക്കാൾ വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ലേ? സ്വപ്ന സുരേഷിന്റെ പാതയല്ലേ ആള് പിന്തുടരുന്നത്. അതുകൊണ്ടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരെയൊന്നും പാർട്ടിയിൽ നിന്നും ഈ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും അകറ്റാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. മുഖ്യമന്ത്രിയുടെ ഗ്രാഫല്ല, അൻവറിന്റെ ഗ്രാഫാണ് 0-ലേക്ക് താണിട്ടുള്ളത്. രാഷ്ട്രീയ കോമാളിത്തം കാട്ടി നടക്കുന്ന, ഹിഡൻ അജണ്ടയുമായി നടക്കുന്ന, സാമൂഹ്യ വിരുദ്ധർക്ക് സംരക്ഷണത്തിന് വേണ്ടി അതിന് കവചം തീർക്കുന്ന അൻവറുടെ മാപ്പാണ്. അൻവർ സ്വന്തം കണ്ണാടിയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് നോക്കേണ്ടത്. അൻവറിന്റെ ഗ്രാഫാണ് 0-ലേക്കും -ലേക്കും ഒക്കെ പോകാൻ പോകുന്നത്. പോരെ. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അൻവർ രാഷ്ട്രീയ പോരാളിയല്ല, രാഷ്ട്രീയ കോമാളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പിന്നെ ഒതായിലൊരു ബ്രാഞ്ച്, അവിടെ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചതാണ് അൻവറിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മറുപടി എന്നും ഒരു ജില്ലാ സെക്രട്ടറിക്ക് പറയേണ്ട അവസ്ഥയും അൻവർ സൃഷ്ടിച്ചിരിക്കുകയാണ്.